പരാതികളെ ഉള്ളൂ. അവരെ പാർട്ടിയിൽ എന്തോ ആയിക്കോട്ടെ, അവരെ പാർട്ടി ഒഴിവാക്കേ. പക്ഷെ നിങ്ങളെ ജനങ്ങളുടെ കാര്യമല്ലേ ഈ പറയുന്ന റോഡ് വെട്ടിയതെല്ലാം ഒരു സ്വകാര്യ വ്യക്തിയുടെ കാശ് കൊണ്ടാണ്. നിങ്ങൾ സഹായിച്ചുകൊണ്ട് സ്ഥലം കൊടുത്ത് റോഡ് വെട്ടി. ഈ അവസ്ഥയിൽ ഇങ്ങ് നടക്കാൻ വയ്യ. എന്റെ അനിയനൊക്കെ പറഞ്ഞാണ് ആ കേസ് ഇതാക്കി, അല്ലെങ്കിൽ ചെന്നെങ്കിൽ ഞാനും പോകും. പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടത്തൊക്കെ പറഞ്ഞു എന്റെ പേരിൽ കേസ് കൊടുക്കും, നിങ്ങളും വരണം, നിങ്ങൾ ഈ നാട്ടുകാരെല്ലാവരും വന്ന് അതിൽ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വരുന്ന വഴിക്ക് ഒരു വലിയ മൂർഖൻ വന്ന് 2 പിള്ളേരെ മുമ്പൊന്ന് ചാടി, നമ്മൾക്ക് ക്യാമറ എടുക്കാൻ പറ്റിയില്ല, പിന്നെ പിള്ളേർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. റോഡ് കണ്ടിട്ട് തന്നെ മനസ്സിലാവുന്നില്ല ഇതെങ്ങനെയാണ് നമ്മൾ നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് അവർ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്. സംവിധാനങ്ങളെല്ലാം പരാജയപ്പെടുമ്പോഴത്തേക്കാണ് അവർ മാധ്യമങ്ങളെ സമീപിക്കുന്നത്. ഈ വാർത്ത ഞങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ്, പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്, സംവിധാനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. നമസ്കാരം, ഇത് ഒറ്റൂർ ഗ്രാമപഞ്ചായത്താണ്. ഒറ്റൂർ എന്ന് പറഞ്ഞാൽ കല്ലമ്പലമാണ്. അവിടെ 9ാം വാർഡിലെ കുറേ ആൾക്കാരെ വിളിച്ചിട്ടാണ് ഞായറാഴ്ച ആയിട്ടുള്ള ഞങ്ങൾ എത്തിയത്. ഞാൻ കുറേയൊക്കെ പറഞ്ഞു, എനിക്ക് ഞായറാഴ്ച വേറെ വരാൻ പറ്റില്ലെങ്കിലും അവരെ വിഷമം കണ്ടപ്പോഴത്തേക്ക് വരാൻ തോന്നി. പക്ഷേ നല്ല കാര്യമായി. കാരണം വെച്ചാൽ വന്ന് കണ്ടപ്പോഴത്തേക്കാണ് മനസ്സിലായത് എത്രയും ഭീകരമായിട്ടൊരു അവസ്ഥയാണ് അവർ അഭിമുഖീകരിക്കുന്നത്. ആ വീട്ടിലൊക്കെ, താഴത്തെ വീട്ടിലൊക്കെ വെള്ളം കയറുന്നു. ഇവിടെ 10 വർഷമായി പണിത റോഡ്. അത് മാത്രമല്ല, ഒരു പൈപ്പ് എടുക്കാൻ വേണ്ടി എടുത്ത് അവിടെ ഇട്ട മണ്ണ് ആ വെള്ളം കൊണ്ട് ഒലിച്ചുകൊണ്ട് പോയി. ഒരു നിവർത്തിയുമില്ല. മഴ പെയ്യുമ്പം മൺവെട്ടിയുമായിട്ട് ഇവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടൊക്കെ ഉള്ളത്. അങ്ങനെയല്ലേ? അതെ, അങ്ങനെയാണ്. ആ ഒരു അവസ്ഥയിലാണ്. കാരണം ഇവിടെ 10 വർഷമായി ഈ റോഡ് രൂപീകരിച്ചിട്ട്, പക്ഷെ ഇപ്പൊ 2 വർഷമായ റോഡ് അവർ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരുപാട് ജനവാസമുള്ള സ്ഥലമാണ്. ഇവിടെ ഇന്ന് വരെ അവരുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് അവർ പറയുന്ന ഫണ്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഫണ്ടുണ്ട്. ആ ഒരു 3 വീടുകൾക്ക് വേണ്ടി മാത്രം അവർ ആ റോഡ് ചെയ്തു കൊടുത്തു. അതും മീറ്ററുകൾക്ക്. ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇവിടെ വാർഡ് മെമ്പറുമായ പ്രസിഡന്റുമായ ബീന CPM വർക്ക് ചെയ്യുന്ന ഞാനും പാർട്ടിക്കാരനാണ്. നമ്മളെല്ലാം പ്രവർത്തിച്ച് ആണ് വിജയിപ്പിച്ച് പ്രസിഡന്റ് ആക്കിയത്. പക്ഷെ അവര് നമ്മുടെ അടുത്ത് കാണിക്കുന്ന അനീതിയാണ്. ഈ വാർഡിലെ മെമ്പറാണ് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. അവരോട് സംസാരിച്ചില്ലേ? ഒരുപാട് സംസാരിച്ചു. എന്നിട്ട് ഇവിടെ വന്ന് കണ്ടിട്ട് പറഞ്ഞ് പുതിയ റോഡിന് ഇപ്പോഴും ഫണ്ടൊന്നുമില്ല, റോഡ് വരും, പുതിയ റോഡിന് ഫണ്ട് വരുമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ റോഡായിരിക്കും റെഡിയാക്കുന്നു. പൊന്നേച്ചി, ഞാൻ ഇറങ്ങി വരാൻ പറ്റ പാട് എനിക്കറിയാം. എത്രയും ദൂരം. എന്നിട്ട് നിങ്ങൾ രാത്രിക്ക് എങ്ങനെ പുറത്ത് പോകുന്നു? നടക്കാൻ പറ്റില്ല. ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ ഇവിടെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ആപത്താണ്. അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചേട്ടൻ എങ്ങനെയാ പോയി ഇവിടുന്ന്? എങ്ങനെയാ വഴി പോകുന്നേ? എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചോണ്ടാണ് പോകുന്നത്. അല്ലാതെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനൊന്നും പറ്റും. ഈ റോഡ് കണ്ടിട്ട് തന്നെ മനസ്സിലാവുന്നില്ല ഇതെങ്ങനെയാണ് നമ്മൾ നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അല്ല, എനിക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പൊ പകൽ ഇങ്ങോട്ട് വന്നിപ്പോൾ മഴ പെയ്താലും രാത്രിയൊക്കെ നിങ്ങൾ എങ്ങനെയാ വരുന്നെങ്കിൽ മനസ്സിലാവുന്നില്ല. 10 വർഷമായി റോഡ് പണിതിട്ടല്ലേ? പറഞ്ഞോ. ഇത് എന്റെ വൈഫാണ്. ഇവിടെ ഈ കുത്തൊഴുക്ക് വെള്ളത്തിൽ വന്നൊരു പാമ്പ് കടിച്ച് ഇതാ ഉണ്ട്. പിന്നെ പേപ്പട്ടി കടിച്ച് ഇതൊക്കെ പഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഇത് ഇത്രയും പാമ്പ് കടിച്ച് ഈ ഒഴുക്ക് വെള്ളത്തിൽ കൂടെ അവിടെ നിന്നോട്ട് മേളെന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ മൂർഖനെ കണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ വന്ന് കടിച്ച് ഇതാ ഇവരൊക്കെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും എല്ലാം രക്ഷപ്പെടുത്തിക്കൊണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു വലിയ മൂർഖൻ വന്ന് 2 പിള്ളേരെ മുമ്പൊന്ന് ചാടി, നമ്മൾക്ക് ക്യാമറ എടുക്കാൻ പറ്റിയില്ല, പിന്നെ പിള്ളേർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ഞാനും ഇറങ്ങിയിട്ട് പിന്നെ പിള്ളേരൊക്കെ സഹായിച്ചു. അങ്ങനെ ഇത്രയും ഇഴയന്തുക്കളും കാര്യങ്ങൾ ഇത്ര കണ്ടില്ല. ഇതാണ്ട് ഇവിടെ ഇത് ഞാൻ ഒരുപാട് തവണ പ്രസിഡന്റ് മെമ്പറും പറഞ്ഞു, ഈ കാർഡ് വെട്ടി ഇത് കണ്ട കാർഡ്, അവിടെയാ കാർഡ്, ഇതൊന്ന് വെട്ടിത്തെളിച്ച് അവർ തരാൻ പറഞ്ഞു. പോസ്റ്റ് മാറ്റാൻ 12 പ്രാവശ്യം അവർ എഴുതിയെടുക്കാമെന്ന് പോസ്റ്റ് നമ്പർ എടുക്കാൻ. ഇതുവരെ മാറ്റിയിട്ടില്ല. ആ പോസ്റ്റും ഇത് കണ്ട ഒരു വണ്ടി പോലും കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥ. അതല്ല, അല്ലെങ്കിൽ വരത്തില്ല. ആ ഒരു ഇതിലാണ്. പക്ഷെ ആ പോസ്റ്റെങ്കിലും മാറ്റിയാൽ നമ്മൾ പിന്നെ ഇത്രയെങ്കിലും പ്രാവശ്യം മണ്ണ് വെട്ടി നമ്മളെല്ലാം കൂട്ടായ്മയോട് ഇന്ന് മൺമട്ടിക്കും കുന്താലിക്കും വെട്ടിയിട്ട് എത്രയും ലെവലാക്കണം. ഞാൻ പാർട്ടിക്കാരനായിട്ട് ഞാൻ പറഞ്ഞു ഒരുപാട് പറഞ്ഞു. എന്നിട്ട് എന്റെ പേരിൽ പരാതി കൊടുക്കാൻ പോയി കല്ലമ്പല സ്റ്റേഷനിൽ. ഞാൻ അവരെ അതിശയം പറയുന്നെന്ന് പറഞ്ഞു. കാര്യം നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മളെ പാർട്ടിയിൽ നമ്മൾ വിജയിപ്പിച്ച് വിട്ട ആ മെമ്പറും പ്രസിഡന്റുമായ അവർക്ക് ഇത് ചെയ്തു തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർ ചോദ്യം ചെയ്യണ്ടേ? ആ ചോദ്യം നിന്ന് അവർക്ക് ഒരു കുറ്റകരമായി പോയതുകൊണ്ട് എന്റെ പേരിൽ പരാതി കൊടുക്കാൻ സ്റ്റേഷനിൽ പോയി. അപ്പൊ എന്റെ അനിയനൊക്കെ പാർട്ടിയിൽ നിന്ന് ഞാൻ പുറത്താക്കില്ല, ഒരിക്കലും ഇല്ല. ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേയില്ല. അതുകൊണ്ട് എന്റെ അനിയനൊക്കെ പറഞ്ഞാണ് ആ കേസ് ഇതാക്കി, അല്ലെങ്കിൽ ചെന്നെങ്കിൽ ഞാനും പോകും. പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടത്തൊക്കെ പറഞ്ഞു എന്റെ പേരിൽ കേസ് കൊടുക്കും, നിങ്ങളും വരണം, നിങ്ങൾ ഈ നാട്ടുകാരെല്ലാവരും വന്ന് അതിൽ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വരാമെന്നും പറഞ്ഞു. പക്ഷെ ഇപ്പൊ
ആളിപ്പോൾ കുറവാണ്, എല്ലാവരും പല ജോലിക്കായിട്ട് പോയിട്ടുള്ളതാണ്. ഇത് ഒറ്റൊരു 9-ാം വാർഡാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത്രയും ആൾക്കാരുടെയൊക്കെ വിഷമങ്ങളുണ്ട്. എനിക്കിത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇന്ന് ഞായറാഴ്ചയായിട്ട് പോലും എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഓടി വന്ന കാര്യം അത്രയും വിഷമമുണ്ടെന്ന്. ഒരു കൊച്ചു കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് വരുന്ന കാഴ്ചയൊക്കെ ഉണ്ട്. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് കുഞ്ഞിനൊരു അസുഖമൊക്കെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ പോകുമെന്നറിയില്ല. ഈ കുത്തി ഒലിച്ച് പോകുന്ന വെള്ളം ചെന്ന് അവരെ വീട്ടിലേക്ക് കയറുന്നത്, ഇഴയെന്നുള്ള ശല്യം. ഞാൻ പറഞ്ഞല്ലോ, വലതുവഴിക്ക് ഞങ്ങൾ 2 കുട്ടികളെ മൂർഖൻ്റെ മുന്നിൽ നമ്മൾ രക്ഷിച്ചതാണ്. അപ്പോൾ അത്രയും വലിയൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. കാരണം ഇത് വലിയ കാടൊന്നുമല്ല, ഇത് നമ്മുടെ സ്വന്തം ആറ്റിങ്ങലിൽ, സ്വന്തം മണമ്പൂർ, സ്വന്തം ഒറ്റൂർ, ഇവിടെയാണിത്. അപ്പം ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ്, അറിവിനേക്കാളും വലുത് തിരിച്ചറിവാണ്. ചേട്ടാ അതല്ലേ വാസ്തവം? അതാണ് അമ്മ പറയാ ചേച്ചിയൊക്കെ കാല് വയ്യാതൊക്കെ ഇറങ്ങി വന്ന കാഴ്ച ഞാൻ കണ്ടതാണ്. അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും സങ്കടവും വെച്ചാൽ ഈ വാർഡിൽ നിന്ന് വിജയിച്ച ആളാണ്, CPM-ന്റെ മെമ്പറാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. അവരുടെ കണ്ണ് തുറന്നില്ലേ പിന്നെ ആരെ കണ്ണ് നമുക്ക് തുറപ്പിക്കാൻ പറ്റും? അതല്ലേ വാസ്തവം? അതാണ് സത്യം. അതാണ് സത്യം. അവര് കണ്ണ് തുറക്കാതെ പിന്നെ നമ്മൾ ആരെ കാലിൽ പിടിച്ചിട്ട് എന്ത് കാര്യം? വാർഡ് മെമ്പറും പ്രസിഡന്റും, ആ പഞ്ചായത്ത് പ്രസിഡന്റും ബീന, ഈ വാർഡിന്റെ മെമ്പറും എല്ലാവരും കൂടി സഹകരിച്ച് വെട്ടിയ റോഡാണ് പഞ്ചായത്തിന് കൊടുത്തത്. 10 വർഷമായി. അതിന് ഏറ്റവും കൂടുതൽ ഈ ഫണ്ട് തന്നും ഈ റോഡ് വെട്ടിത്തന്നതും അതാ ഈ കുട്ടിയുടെ ഭർത്താവാണ്. ചേച്ചി ഇവിടെയുള്ള താമസം? അവർക്ക് വണ്ടി കൊണ്ട് പോകാൻ പോലും പറ്റാത്ത, നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ലേ? അവരാണ് ആ പൈസ മൊത്തം മുടക്കി എല്ലാം അവരാണ് ചെയ്തത്. പ്രവാസിയാണോ? ഹസ്ബൻഡ് പ്രവാസിയാണ്. നിങ്ങൾ എന്നിട്ട് ഇവിടെ താമസിക്കുകയാണ്? ഇവർക്ക് വേണ്ടി ഇത്രയും ഹെൽപ്പ് ചെയ്തു? ഏകദേശം ഒരു 10-20 വീട്ടുകാർക്കുള്ള വഴിയാണ്. നിങ്ങളാണ് കാശ് മുടക്കിയത്? കാശ് മുടക്കി മൊത്തം അവരാണ്. അത് പഞ്ചായത്തിന്റെ കാശ് റോഡിന് നമ്മൾ പറയുന്നുണ്ട് ഇവിടെ ഒരു റോഡ് വരണമെന്ന് പറയുന്നത്. പക്ഷെ അവരാരും അത് മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഇപ്പം ഈ റോഡ് വെട്ടിയപ്പോഴത്തേക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടോ? ആളായിട്ടുള്ള സഹായം ഉണ്ടായിട്ട് അന്ന് BJP ആയിട്ടിരുന്ന സന്തോഷാണ് ഇവിടെ നിന്നത്. സന്തോഷ് അന്ന് BJP മെമ്പറും ഇപ്പൊ അവൻ CPM-ലാണ്. ആ സന്തോഷിന്റെ ഇതിലാണ് നമ്മൾ റോഡ് വെട്ടിയത്. പോലീസ് സ്റ്റേഷനിൽ വരാനും എല്ലാം നമ്മളെല്ലാവരുടെ ഒത്തുകൂടി. ഈ മാഡമാണ് കാശെല്ലാം മുടക്കിയത് അല്ലേ? ഭർത്താവാണ് ക്യാഷ് മുടക്കിയതും നമുക്കെല്ലാം സഹായം ചെയ്യുന്നത്. പഞ്ചായത്തിന് മെമ്പറായിട്ടൊരു സ്ഥാനത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ മെമ്പർ ഇന്ന് CPM-ലാണ്. അത് നമുക്ക് വിഷയമില്ല. പക്ഷെ അത് ഇപ്പൊ നിങ്ങളുടെ മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ആ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറുമാണ് നമ്മളെ ഈ റോഡ് അനാസ്ഥയാക്കി ഇട്ടിരിക്കുന്നത്. നമുക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഈ റോഡ്. ഈ റോഡ് വന്ന് കണ്ടതാണ്. നമ്മൾ ഒരിക്കൽ പറഞ്ഞു നമ്മളെ വിളിച്ചപ്പോഴും വന്നു. കാരണം നമ്മളെ ഒരു 4 വയസ്സായ കുഞ്ഞ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മഴ ഒന്ന് ശമിച്ചപ്പോഴത്തേക്കാണ് ഞാൻ ഇവിടെ എത്തിയത്. മഴ പെയ്യുമ്പോ എന്തായിരിക്കും അവസ്ഥ? അതാണ് പറഞ്ഞത്. ഈ മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ ആകാശിന്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു നമ്മൾ പാർട്ടിയിൽ നിന്ന് തന്നെ ബീനെ ഒഴിവാക്കി എടുത്തിയൊക്കെയാണ്. അവിടെ ബീനയെ കുറിച്ച് പരാതികളെ ഉള്ളൂ. അവരെ പാർട്ടിയിൽ എന്തോ ആയിക്കോട്ടെ, അവരെ പാർട്ടി ഒഴിവാക്കിയേ. പക്ഷെ നിങ്ങളെ ജനങ്ങളുടെ കാര്യമല്ലേ? ഈ പറയുന്ന റോഡ് വെട്ടിയതെല്ലാം ഒരു സ്വകാര്യ വ്യക്തിയുടെ കാശ് കൊണ്ടാണ്. അതെ, തീർച്ചയായും നിങ്ങൾ സഹായിച്ചുകൊണ്ട് സ്ഥലം കൊടുത്ത് റോഡ് വെട്ടി. ഈ അവസ്ഥയിൽ ഇങ്ങ് നടക്കാൻ വയ്യ. ഈ സമയത്ത് അവര് പാർട്ടി പ്രശ്നം ആവശ്യമില്ല. അവർക്ക് വേണ്ടത് ഭരണപരമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ റോഡ് നന്നാക്കുക എന്നുള്ളതാണ്. അതാണ് വേണ്ടത്. അവർക്ക് ഫണ്ടില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് അവരുടെ ആവശ്യങ്ങൾക്കുള്ള ഫണ്ടൊക്കെ അവർക്കുണ്ട്. പക്ഷെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് അവർക്കില്ല. ഏതായാലും ഒരു കാര്യം കൂടി പറയാതെ വയ്യ. കാരണം ഞങ്ങൾ വന്ന കുറെ കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളൊന്നും കണ്ണിന്ന് മായുന്നില്ല. ഇവിടെ ഒരു കൊച്ചു കുഞ്ഞിന് അസുഖമായപ്പോഴത്തേക്ക് പോലും എടുത്തുകൊണ്ട് പോകാനുള്ള സൗകര്യമില്ല. ഒരു വണ്ടി അവർക്ക് വീട്ടിൽ കൊണ്ട് കയറ്റാൻ വയ്യ. ഈ വരുന്ന വെള്ളമെല്ലാം അവരെ വീട്ടിലേക്ക് ഒലിച്ചു കയറുകയാണ്. ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് അവർ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്. സംവിധാനങ്ങളെല്ലാം പരാജയപ്പെടുമ്പോഴത്തേക്കാണ് അവർ മാധ്യമങ്ങളെ സമീപിക്കുന്നത്. ഈ വാർത്ത ഞങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ്, പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്, സംവിധാനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. പരിഹാരം വേണം, നടപടി വേണം. കഷ്ടപ്പെടുന്നത് ഒരു കൂട്ടം ജനതയാണ്, നിങ്ങളുടെ പ്രജകളാണ്. വേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.